നമ്മളിൽ കൂടുതൽ പേരും ഒരു മലയാള നടൻ തെറ്റിദ്ധരിച്ച ഒരു അന്യഭാഷ താരമുണ്ടെങ്കിൽ അത് അല്ലു അർജുൻ ആയിരിക്കും. കാരണം പണ്ട് കാലത്ത് ഇറങ്ങിയ അല്ലു അർജുന്റെ മിക്ക ഡബ് സിനിമകളും കാണുമ്പോൾ അതൊരു മലയാളിയാണോ എന്ന് നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് കാണാം. എന്താ ശാന്തി, ഇതെന്താ കൊടുക്കൽ വാങ്ങൽ ബിസിനസ്സോ? ഞാൻ ഗീത കൊടുക്കുന്ന സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടിയ ബിസിനസ് ഓക്കെ, പക്ഷെ അതെങ്ങനെ പ്രേമവും? അത്രത്തോളം ഇമ്പാക്ട് അല്ലു അർജുൻ ഒരു കാലത്ത് നമ്മൾ മലയാളികൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. രവി തേജ, നാഗാർജുന, ചിരഞ്ജീവി തുടങ്ങിയ സീനിയർ നടന്മാർക്ക് എല്ലാം മലയാളത്തിൽ വലിയ വലിയ റിലീസുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവർക്കാർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്ത ലെവൽ ഒരു ഫാൻ ബേസ് ഇന്ന് അല്ലു അർജുനുണ്ട്. ഇന്നിറങ്ങിയ പുഷ്പ എന്ന സിനിമയിലൂടെ ഒരു പക്ഷേ അതിന് ഡബിൾ ആയി മാറും. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയർ എന്നല്ലേ, വൈൽഡ് ഫയർ. എന്തായാലും അങ്ങനെയുള്ള അല്ലു അർജുന്റെ കരിയറിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയ അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കൊണ്ട് കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുഷ്പ 2 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ഇത് കൂടാതെ അല്ലു അർജുന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നും കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണേ. സിനിമ ഫാക്സ് മലയാളം സിനിമയെ കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് അല്ലു അർജുന്റെ കരിയർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം റിലീസായ അല്ലു അർജുൻ സിനിമ 2003 റിലീസായ സിംഹക്കുട്ടി ആണെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ അതിനു മുന്നേ തന്നെ അല്ലു സിനിമകൾ അഭിനയിച്ചിരുന്നു. 2001 റിലീസായ ഡാഡി എന്ന ചിരഞ്ജീവി സിനിമയിലായിരുന്നു അല്ലു അർജുൻ ആദ്യമായി മുഖം കാണിച്ചത്. ഈ സിനിമയിൽ ജസ്റ്റ് ഒരു ക്യാമിയോ റോൾ പോലെ ഒരു ഡാൻസ് പോർഷൻ മാത്രമാണ് അല്ലു അർജുൻ അഭിനയിച്ചത്. എന്നിരുന്നാൽ പോലും അല്ലു അർജുൻ ആദ്യമായി ഒരു ലീഡ് ഹീറോയുടെ പടത്തിൽ ഒരു മെയിൻ ക്യാമിയോ റോൾ ചെയ്യുന്നത് ഈ ഒരു സിനിമയിലാണ്. ഇതിനുശേഷം പിന്നീട് 2003 ഗംഗോത്രി അല്ലെങ്കിൽ സിംഹക്കുട്ടി എന്ന സിനിമയിലായിരുന്നു ആദ്യ ലീഡ് ഹീറോ ആയി അല്ലു അർജുൻ വന്നത്. ഈ ചിത്രത്തിൽ അതിഥി അഗർവാൾ ആയിരുന്നു അല്ലുവിന്റെ നായികയായി വന്നത്. ശരിക്കും പറഞ്ഞാൽ സിംഹക്കുട്ടി എന്ന അല്ലു അർജുന്റെ ഈ ആദ്യ സിനിമ അത്ര വലിയ ഓളമൊന്നും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. എന്നിരുന്നാൽ പോലും ആര്യയും ബണ്ണിയും ഒക്കെ കണ്ട് ഫാനായവരിൽ പലരും ഈ സിനിമയൊക്കെ പിന്നീട് റിപ്പീറ്റ് അടിച്ച് കണ്ടു കാണും. പിന്നീട് 2004 റിലീസായ സിനിമയായിരുന്നു ആര്യ. സുകുമാർ സംവിധാനം ചെയ്ത് DSPയുടെ ഒരു ലോഡ് കിടിലം പാട്ടുകളുമായി എത്തിയ ആര്യ എന്ന സിനിമ ഒരു സെൻസേഷൻ ഹിറ്റായി തെലുങ്കിൽ മാറുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ രവി തേജിക്ക് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു ആര്യയുടേത്. എന്നാൽ ഡേറ്റ് ഷെഡ്യൂൾ കാരണം ഈ സ്ക്രിപ്റ്റ് അല്ലുവിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും ഈ സിനിമ അല്ലു അർജുൻ ചെയ്ത് വിജയിപ്പിച്ചു എന്ന് മാത്രമല്ല, അല്ലുവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ഒരു കഥാപാത്രമായി ഈ സിനിമ മാറ്റിയെടുക്കുകയും ചെയ്തു. ഈ സിനിമയായിരുന്നു അല്ലുവിന്റെ കരിയറിൽ ആദ്യമായി മലയാളത്തിൽ ഡബ് ചെയ്തിറക്കിയ സിനിമ. നീ എന്നെ സ്നേഹിച്ചിരുന്നില്ലേ എപ്പോഴെങ്കിലും? 2010 റീമേക്ക് ചെയ്ത് കുട്ടി എന്ന പേരിൽ തമിഴിലും ഈ സിനിമ റിലീസ് ചെയ്തു. ഈ സിനിമയുടെ തമിഴ് റീമേക്ക് ചെയ്തത് സാക്ഷാൽ ധനുഷ് ആയിരുന്നു. എന്നിട്ട് പോലും, അതായത് ധനുഷിനെ പോലെ ഒരു ആക്ടർ ചെയ്തിട്ട് പോലും അല്ലു ചെയ്തതിന്റെ ലെവലിലെത്താൻ അന്ന് സാധിച്ചില്ല. അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ അല്ലു ഈ സിനിമയിൽ ചെയ്തു വെച്ചേക്കുന്നതിന്റെ ആ ഒരു ഇമ്പാക്ട്. അല്ലു അർജുന്റേതായി ആദ്യം മലയാളത്തിൽ ഡബ് റിലീസ് വന്ന സിനിമ ആര്യയാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അതേപോലെ തന്നെ അല്ലു അർജുന്റെ ഏറ്റവും അധികം തരംഗം ഉണ്ടാക്കിയ പാട്ടുകളും ഈ സിനിമയിൽ തന്നെയായിരുന്നു. ഈ സിനിമയിൽ ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്തു വെച്ച എല്ലാ സോങ്ങുകളും വൺ ഹിറ്റ് ആയിരുന്നു. പിന്നീട് 2005 റിലീസായ സിനിമയായിരുന്നു ബണ്ണി. വി വിനായക് സംവിധാനം ചെയ്ത് DSP തന്നെയായിരുന്നു ഈ സിനിമയിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തത്. ബണ്ണി ദ ലയൺ എന്ന പേരിൽ ഈ സിനിമ മലയാളത്തിലും റിലീസായിരുന്നു. അല്ലു അർജുൻ നായകനായ ഈ സിനിമയിൽ ഗൗരി ആയിരുന്നു നായികയായി വന്നത്. ഈ സിനിമയിലെ പ്രകാശ് രാജ് ചെയ്ത വില്ലനിസവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ബണ്ണി സിനിമയ്ക്ക് കേരളത്തിൽ വലിയ ഓളമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഇന്ന് കാണുമ്പോൾ വല്ലാത്ത ഒരു ത്രില്ലിംഗ് അടിപ്പിക്കുന്ന സിനിമ തന്നെയാണ് ഇതേ ബണ്ണി എന്ന സിനിമ. പിന്നീട്, അതായത് 2006 റിലീസായ സിനിമയായിരുന്നു ഹാപ്പി. ആര്യയിലൂടെ ഉണ്ടാക്കിയെടുത്ത അല്ലു അർജുന്റെ ഫാൻ ബേസ് ശരിക്കും ഊട്ടി ഉറപ്പിച്ചത് കേരളത്തിൽ ഹാപ്പി എന്ന സിനിമയായിരുന്നു. ഹാപ്പി എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തരംഗം തന്നെ കേരളത്തിൽ തീർത്തു. കരുണാകരൻ സംവിധാനം ചെയ്ത് അല്ലു അർജുൻ, ജെനിലിയ താരജോഡികളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു ഹാപ്പി എന്ന സിനിമ. ഒരുപക്ഷെ നമ്മൾ പലരും ചിന്തിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ സോങ്ങുകൾ ചെയ്തിരിക്കുന്നത് DSP ആണെന്നാണ്. എന്നാലല്ല, ഈ സിനിമയിലെ സോങ്ങുകൾ ചെയ്തിരിക്കുന്നത് യുവാനാണ്. യുവാന്റെ കരിയറിലെ ഏറ്റവും മികച്ച ആൽബങ്ങളിൽ ഒന്നും കൂടിയായിരുന്നു ഹാപ്പി എന്ന സിനിമ. ഈ സിനിമയുടെ തെലുങ്ക് വെർഷനിലെ സോങ്ങുകളേക്കാൾ നമ്മൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക ഇതിന്റെ മലയാളം വെർഷൻ സോങ്ങുകളായിരിക്കും. ശരിക്കും ഈ സിനിമ ഹിറ്റാക്കി എടുത്തത് തന്നെ ആ മലയാളം ഡബ്ഡ് സോങ്സിന് വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ട്. കാരണം ആ സോങ്സ് കാണാൻ വേണ്ടി തന്നെ നമ്മൾ ഈ സിനിമ ഇരുന്ന് കണ്ടുപോകും. അല്ലു അർജുൻ അദ്ദേഹത്തിന്റെ
കരിയറിൽ ഒരു തവണ മാത്രമേ റീമേക്ക് സിനിമ ചെയ്തിട്ടുള്ളൂ. ഈ സിനിമ അദ്ദേഹത്തിന്റെ ഒരു റീമേക്ക് സിനിമയാണ്. അതായത് 2004 റിലീസായ തമിഴിലെ പ്രസന്ന നായകനായ നവ്യ നായർ നായികയായി വന്ന അഴകിയ തീയെ എന്ന സിനിമയുടെ ഡയറക്റ്റ് തെലുങ്ക് റീമേക്ക് ആയിരുന്നു ഈ സിനിമ. എന്നാൽ അഴകിയ തീയെ എന്ന സിനിമയുടെ അതേപോലെ അല്ല ഈ ഹാപ്പി എന്ന സിനിമ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഒരുപാട് കൊമേഴ്ഷ്യൽ എലമെന്റ്സും കോമഡിയും റൊമാൻസും എല്ലാം ആഡ് ചെയ്ത് മറ്റൊരു രൂപത്തിലാണ് ഹാപ്പി എന്ന സിനിമ അവിടേക്ക് റിലീസിന് വന്നത്. എനിക്ക് കളയാൻ 15 മിനിറ്റ് സമയമില്ല. 3 പേര് വെച്ച് വരികയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കാര്യം തന്നെ. എന്തായാലും അഴകിയ തീ എന്ന സിനിമ പോലും പക്ഷെ നമ്മൾ പലർക്കും അറിയില്ല. എന്നാലും നമുക്ക് ഹാപ്പി അറിയാം. ആ ഹാപ്പി ഇങ്ങനെ ആക്കിയെടുത്തത് അല്ലു അർജുന്റെ പെർഫോമൻസ് അത്ര മികച്ചതായതുകൊണ്ടാണ്. എന്തായാലും ഈ സിനിമയിലെ ജനീലിയയ്ക്കും അതുപോലെ തന്നെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഓർത്തിരിക്കുന്ന അല്ലു അർജുൻ സിനിമകൾ എടുത്താൽ ടോപ്പ് 3-ൽ തന്നെ ഹാപ്പി ഉണ്ടാവും. പിന്നീട് 2007 റിലീസായ സിനിമയായിരുന്നു ദേശമുദ്രു അല്ലെങ്കിൽ ഹീറോ. അതായത് 2007 പൂരി ജഗന്നാഥ് എന്ന അവിടുത്തെ ഏറ്റവും മികച്ച കൊമേഴ്ഷ്യൽ സംവിധായകൻ ഒരു സിനിമ ചെയ്യുകയാണ്. അത് അന്നത്തെ ഒരു യൂത്ത് ആക്ടറെ വേണം. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നു അല്ലു അർജുൻ. ആ തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു സിനിമയുടെ റിലീസ്. ഈ സിനിമയിൽ നായികയായി എത്തിയത് ഹൻസികയായിരുന്നു. ഈ സിനിമ അവിടെ വലിയ വിജയമായി മാറി. ഇതുകൂടാതെ കേരളത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു ഇതേ ദേശമുദ്രു അല്ലെങ്കിൽ ഹീറോ. ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു കഥ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഹീറോ എന്ന സിനിമയിൽ അല്ലു അർജുന്റെ മസിൽ ഇവിടെ വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അന്നത്തെ കാലത്ത് ഉണ്ടായ ഒരു കഥയായിരുന്നു അല്ലു അർജുൻ മസിലിന് വേണ്ടി ഓവറായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് അല്ലു അർജുന്റെ മസിൽ ഒരുപാട് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾ വരെ ആ സമയത്തുണ്ടായിരുന്നു. എന്തായാലും അത്രത്തോളം ഓളം ഉണ്ടാക്കിയ സിനിമയായിരുന്നു അല്ലു അർജുന്റെ ഈ ഹീറോ എന്ന സിനിമ. പിന്നീട് അതേ വർഷം തന്നെ മറ്റൊരു സിനിമയിൽ കൂടി ഇതേ അല്ലു അർജുൻ അഭിനയിച്ചു. 2007 റിലീസായ ചിരഞ്ജീവിയുടെ ശങ്കർ ദാദാ സിന്ദാബാദ് എന്ന സിനിമയിൽ ഒരു സോങ്ങിൽ മാത്രം ചെറിയൊരു ക്യാമിയോ അപ്പിയറൻസും അല്ലു അർജുൻ നടത്തിയായിരുന്നു. എന്തായാലും 2007 റിലീസായ ദേശമുദ്രു അവിടെ ഹിറ്റ് ആയതോടുകൂടി അല്ലു അർജുന്റെ താരമൂല്യം അത്യാവശ്യം ഉയരാൻ തന്നെ തുടങ്ങി. പിന്നീട് 2008 റിലീസായ സിനിമയായിരുന്നു പരാഗു. അതായത് നമ്മുടെ ഇവിടെ റിലീസായ കൃഷ്ണ എന്ന സിനിമ. ഈ സിനിമയിലെ സോങ്ങുകൾക്കും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇതിന്റെ മലയാളം ഡബ്ഡ് സോങ്സ് എല്ലാം വന്നിരിക്കുന്നത്. ഷീല കൗൾ, പ്രകാശ് രാജ് തുടങ്ങി ഒരുപാട് പേർ ഈ സിനിമയിലുണ്ടായിരുന്നു. മണി ശർമ്മയായിരുന്നു ഈ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തത്. ഈ സിനിമ തന്നെ അല്ലു അർജുന്റെ കരിയറിലെ മികച്ച ഒരു റൊമാൻറ്റിക് സിനിമയാണ്. ശരിക്കും നമ്മളെ വളരെ രീതിയിൽ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമയുടെ പോക്ക് തന്നെ. അത്രത്തോളം നല്ലൊരു എന്റർടൈനർ ആണ് ഈ സിനിമ. പിന്നീട് 2009 വൻ ഹൈപ്പിൽ വന്ന അല്ലു അർജുന്റെ സിനിമയായിരുന്നു ആര്യ 2. 2004 ആര്യ എന്ന സിനിമയുടെ ഒരു സ്പിരിച്വൽ സീക്വലായിരുന്നു ഈ ആര്യ 2. അതായത് സിനിമയുടെ ഡയറക്റ്റ് സീക്വൽ അല്ല. ഡയറക്റ്റ് സീക്വൽ ആണെങ്കിൽ മാത്രമേ ഈ സിനിമയ്ക്ക് ഒരു കണ്ടിന്യൂഷൻ വരും. ഇതൊരിക്കലും ഒരു കണ്ടിന്യൂഷൻ അല്ല. ആര്യ 1-ൽ അതേ കഥയുടെ ചെറിയൊരു അഡാപ്റ്റേഷൻ. അങ്ങനെ വന്ന സ്പിരിച്വൽ സീക്വലായ ഈ സിനിമയിൽ കാജൽ അഗർവാൾ ആയിരുന്നു അല്ലുവിന്റെ നായികയായി വന്നത്. ഈ സിനിമയിൽ അല്ലു ചെയ്ത കഥാപാത്രവും ഏറെ മികച്ചു നിന്നു. ശരിക്കും പറഞ്ഞാൽ ആര്യ എന്ന സിനിമയുടെ അത്രയോളം ആര്യ 2 ഉണ്ടാക്കിയിട്ടില്ല. അതിന്റെ പ്രധാന കാരണം ആര്യ എന്ന് പറഞ്ഞാൽ അതൊരു ക്ലാസിക് സാധനമാണ്. അതുപോലത്തെ ഒരു റൊമാൻറ്റിക് ഡ്രാമ അല്ല ആര്യ 2 എന്ന് പറഞ്ഞാലും അത്യാവശ്യം രീതിയിൽ ഇവിടെ ഫൈനൽ കളക്ഷനും മസ്റ്റർ റെക്കോർഡും ഒക്കെ ഉണ്ടാക്കിയ ഒരു സിനിമ തന്നെയാണ് ഈ ആര്യ 2. ഒരുപക്ഷെ പലർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ആര്യ 2 ആയിരിക്കും. ഇവയിൽ ആര്യയാണോ ആര്യ 2 ആണോ നിങ്ങളുടെ ഫേവറേറ്റ് എന്നുകൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണേ. എന്തായാലും അല്ലുവിന്റെ ഈ സിനിമയും ഒരു വലിയ വിജയമായി തെലുങ്കിൽ മാറുകയുണ്ടായി. പിന്നീട് 2010 2 സിനിമകളാണ് അല്ലു റിലീസാക്കിയത്. ഇവയിൽ ആദ്യ സിനിമ വരനായിരുന്നു, തെലുങ്കിൽ വരുഡു. അല്ലു അർജുന്റെ വൻ ഹൈപ്പിൽ വന്ന് ഓളം ഒന്നും ഉണ്ടാക്കാതെ പോയ ഒരു ആദ്യത്തെ സിനിമ ശരിക്കും ഈ വരൻ എന്ന് പറയുന്ന സിനിമ. ഗുണശേഖർ സംവിധാനം ചെയ്ത് അല്ലു അർജുൻ, ആര്യ എന്നിവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി വന്നത്. ഈ സിനിമയിൽ ആര്യ ചെയ്ത വില്ലൻ വേഷത്തിന് പോലും വല്ലാത്ത രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ട്. കാരണം അല്ലുവിന്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വില്ലൻ തന്നെയായിരുന്നു ആര്യ. ഈ സിനിമയിൽ നായികയായി വന്നത് ബാനു സി മെഹ്റയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ നായികയ്ക്ക് പോലും ഒരു പ്രത്യേക ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം ഒരു പുതുമുഖ നായിക വരുന്നു. ഇതുകൂടാതെ ആ സമയത്ത് സിനിമയിലുള്ള അതേ കണ്ടന്റ് പോലെ നായികയുടെ ഫേസ് ഡിസ്ക്ലോസ് ചെയ്യുന്നതൊക്കെ ഒരു വല്ലാത്ത രീതിയിലായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കിയ അല്ലു അർജുന്റെ സിനിമയായിരുന്നു വരൻ. എന്നാൽ ഈ വരൻ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ അത്ര വലിയ ഇമ്പാക്ട് അവിടെയും ഉണ്ടാക്കിയില്ല, ഇവിടെയും ഉണ്ടാക്കിയില്ല. എന്നാൽ ഇതിന്റെ DVD കാസറ്റൊക്കെ അന്ന് വലിയ തരംഗമായിരുന്നു. ഇതുപോലെ തന്നെ ഈ സിനിമയിലെ വലിയ പാട്ടുകൾക്കും വലിയ രീതിയിലുള്ള ഓളമൊന്നും കിട്ടിയില്ല. പിന്നീട് അതേ വർഷം തന്നെ തെലുങ്കിൽ റിലീസായ അല്ലു അർജുൻ സിനിമയായിരുന്നു വേദം. അതായത് ഇവിടെ കില്ലാടി എന്ന പേരിൽ. ഈ കില്ലാടി എന്ന സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ജിസ്റ്റോയ് അല്ലു അർജുന് വേണ്ടി ശബ്ദം നൽകാത്ത ഒരേ ഒരു മലയാള സിനിമയുണ്ടെങ്കിൽ അത് കില്ലാടിയാണ്. ഈ സിനിമ തമിഴിൽ STRഉം വാനം എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. ഈ സിനിമയിൽ അനുഷ്കയായിരുന്നു അല്ലു അർജുന് നായികയായി വന്നത്.
ശരിക്കും അല്ലു അർജുന നായികയല്ല, ഈ സിനിമയിലെ ലീഡ് ഹീറോയിൻ റോൾ ചെയ്തത് അനുഷ്കയാണ്. എന്തായാലും ഈ സിനിമയും അവിടെ നല്ല രീതിയിൽ ഓളം ഉണ്ടാക്കിയ സിനിമയാണെങ്കിലും വലിയൊരു ബോക്സ് ഓഫീസ് വിജയമാകാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. എന്നിരുന്നാലും സിനിമയുടെ പ്ലോട്ടും അല്ലൂരിന്റെ പെർഫോമൻസും ഒക്കെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയെടുത്തു. ശരിക്കും പറഞ്ഞാൽ ആസ് എ സ്റ്റാർ എന്നൊന്ന് മാറ്റി നിർത്തി അല്ലൂരിന്റെ നല്ലൊരു ക്യാരക്ടർ കണ്ട സിനിമയായിരുന്നു ഈ കില്ലാടി എന്നുള്ള സിനിമ. ഈ സിനിമയിലെ അനുഷ്കയുടെ പെർഫോമൻസും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട സാധനമായിരുന്നു. പക്ഷെ അധികം അല്ലൂരിന്റെ ഫാൻസ് പോലും ഈ സിനിമയെ കുറിച്ച് എടുത്തു പറയാറില്ല. എന്തായാലും ഈ സിനിമയ്ക്ക് തമിഴ് റീമേക്കും അത്യാവശ്യം വിജയമായ സിനിമ തന്നെയായിരുന്നു. പിന്നീട് അതായത് 2011 അല്ലു അർജുന്റെ കരിയർ ഹൈപ്പ് സിനിമ വന്നത്. അതുകൂടാതെ തന്നെ തെലുങ്ക് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ചെലവേറിയ സിനിമയും അതേ വർഷം തന്നെയാണ് റിലീസായത്. അതാണ് 2011 റിലീസായ ബദ്രിനാഥ്. അവനാണ് എന്റെ ആയുധം, വജ്രായുധം. വി വിനായക് സംവിധാനം ചെയ്ത് അല്ലു അർജുൻ, തമന്ന, പ്രകാശ് രാജ് തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ സിനിമയിലെ തമന്നയുടെ ഗ്ലാമറസ് ആയ ഒരുപാട് സോങ്ങുകളും ഒക്കെ ആ സമയത്ത് വൻ വൈറലായിരുന്നു. ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി പോലെ തന്നെ അല്ലു അർജുന്റെ ആ ഒരു ഫിസിക്കും അല്ലു അർജുന്റെ ബോഡി ഷോ വെച്ചുള്ള ഒരുപാട് ഫൈറ്റുകളും എല്ലാം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ഒരു വല്ലാത്ത രീതിയിലുള്ള ഹൈപ്പായിരുന്നു ശരിക്കും ബദ്രിനാഥ് എന്നുള്ള സിനിമ ഉണ്ടാക്കിയെടുത്തത്. അതിന്റെ പോസ്റ്ററൊക്കെ ഇന്നും കുഞ്ഞുനാളിൽ കണ്ടതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഓർമ്മയുണ്ട്. അത്രത്തോളം ഇവിടെ കേരളത്തിൽ പോലും വലിയ തരംഗം ആ സമയത്ത് റിലീസ് സമയത്ത് ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു ഇതേ ബദ്രിനാഥ് എന്നുള്ള സിനിമ. ഒരുപാട് കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉണ്ടായിരുന്ന ഈ സിനിമ എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായില്ല. വെറും ആവറേജ് വിജയത്തിലാണ് ഈ സിനിമ ഒതുങ്ങിപ്പോയത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ അന്നൊരു വലിയ വിജയമായിരുന്നെങ്കിൽ കരിയറിൽ ഇന്ന് കാണുന്ന അല്ലു അർജുനെ നമ്മൾ അന്നേ കണ്ടേനെ. അത്രത്തോളം വലിയൊരു ഹൈപ്പിലായിരുന്നു. അതായത് അന്നത്തെ ടോപ്പ് സ്റ്റാർസിന് പോലും കിട്ടാത്ത ലെവൽ ഒരു ഹൈപ്പായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ സിനിമ അത്ര വലിയ വിജയമായില്ല. പിന്നീട് 2012 ത്രിവിക്രം സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഗജപോക്കിരി. അവിടെ ജൂലൈ എന്ന പേരിലായിരുന്നു ഈ സിനിമ റിലീസിന് വന്നത്. അതായത് ഇപ്പോൾ ഇറങ്ങിയ വൈകുണ്ഠപുരം എന്ന സിനിമയുടെ അതേ ഡയറക്ടർ അന്ന് അല്ലുവിനെ വെച്ച് ചെയ്ത സിനിമയായിരുന്നു ഗജപോക്കിരി. ഗജപോക്കിരി എന്നുള്ള സിനിമ അന്ന് വലിയ ഹിറ്റ് ഒന്നും ആയില്ലെങ്കിലും ഈ സിനിമയിലെ അല്ലു അർജുന്റെ സ്റ്റൈലൊക്കെ അത്യാവശ്യം ആളുകൾക്കിടയിൽ ഒരു നല്ല ഓളം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുകൂടാതെ തന്നെ ഈ സിനിമയുടെ പാട്ടിനെല്ലാം തന്നെ അന്ന് വലിയ രീതിയിൽ ട്രെൻഡായിരുന്നു. ഈ അടുത്ത കാലത്ത് ടിക്ടോക്കിലൊക്കെ നല്ല ട്രെൻഡിങ് ആയതായിരുന്നു ഇതിന്റെ സോങ് ഒക്കെ. അല്ലു അർജുൻ, ഇലിയാന, സോനു സൂദ് തുടങ്ങിയവരായിരുന്നു ഈ സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. DSPയുടെ ബിജിഎമ്മും ഈ സിനിമയ്ക്ക് നൽകിയ ഇമ്പാക്ട് അത്ര ചെറുതല്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ പുഷ്പയിലൊക്കെ കാണുന്ന പോലെ മസിൽ പിടിച്ച് ചെയ്യുന്നതോ ആറ്റിറ്റ്യൂഡ് ഉള്ളതോ ആയ അല്ലു അല്ല അന്നുണ്ടായിരുന്നത്. ശരിക്കും ഒരു ഫ്രീക്ക് ലുക്കുള്ള യൂത്ത് ഓഡിയൻസ് വളരെയേറെ ഇഷ്ടപ്പെടുന്ന അല്ലു ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗജപോക്കിരി എന്ന സിനിമയൊക്കെ ഇന്ന് കാണുമ്പോഴും നമുക്കൊരു പ്രത്യേക വൈബാണ്. കാരണം സിനിമ അന്ന് വലിയ വിജയമൊന്നും ആയില്ലെങ്കിൽ പോലും സിനിമയിലെ അല്ലുവിനെ തന്നെ നമ്മൾ കണ്ടിരുന്നു പോകും. അത്രയ്ക്ക് ഒരു കൂളായ അല്ലു അർജുനാണ് ഈ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് 2013 റിലീസായ പൂരി ജഗന്നാഥിന്റെ തന്നെ മറ്റൊരു സിനിമയായിരുന്നു റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഈ സിനിമ തെലുങ്കിൽ ഇന്ദ്രാമയിലതോ എന്ന പേരിലായിരുന്നു റിലീസായത്. അല്ലു അർജുൻ, അമല പോൾ, കാതറിൻ തെരേസ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. റൊമാൻസിനും പ്രാധാന്യം നൽകിയെടുത്ത ഈ സിനിമ എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറിയില്ല. DSP തന്നെയായിരുന്നു ഈ സിനിമയുടെ BGM കൈകാര്യം ചെയ്തത്. പിന്നീട് 2014 റിലീസായ അല്ലു സിനിമ. ശരിക്കും പറഞ്ഞാൽ അല്ലു സിനിമ എന്ന് പറയാൻ പറ്റില്ല. കാരണം അല്ലു അർജുൻ ഗസ്റ്റ് റോൾ വന്ന സിനിമയായിരുന്നു എവിടോ, അതായത് ഭയ്യ മൈ ബ്രദർ. ഫേസ് ഓഫ് എന്ന ഹോളിവുഡ് സിനിമയുടെ ജസ്റ്റ് ഒരു അഡാപ്റ്റേഷൻ ആയിരുന്നു ഈ സിനിമ. വംശി പാടപ്പള്ളി സംവിധാനം ചെയ്ത, അതായത് നമ്മുടെ വാരിസിന്റെ ഒക്കെ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഭയ്യ മൈ ബ്രദർ. രാംചരൺ, അല്ലു, കാജൽ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഭയ്യ എന്നുള്ള സിനിമയിൽ അല്ലു ഒരു നല്ല ഹീറോ. ശരിക്കും അതിൽ രാംചരൺ ആണ് ഹീറോ എങ്കിലും ആ ഹീറോ ആകുന്ന ക്യാരക്ടർ അല്ലു അർജുന്റേതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കൺഫ്യൂഷൻ അടിച്ചു പോകും. എന്നിരുന്നാൽ പോലും അല്ലു അർജുൻ ചെയ്ത ഏറ്റവും നല്ല ക്യാമിയോ റോൾ ഈ സിനിമയിൽ തന്നെയാണ്. അല്ലു വന്നത് ക്യാമിയോ റോളിലാണെങ്കിൽ പോലും നമ്മൾ ആ ക്യാമിയോ റോൾ കാണാൻ പോലും ഇന്ന് ആ സിനിമ ഇരുന്ന് കാണാറുണ്ട്. പിന്നീട് അതേ വർഷം തന്നെ അല്ലു നായകനായി വന്ന സിനിമയായിരുന്നു ലക്കി ദ റൈസർ. ഈ സിനിമയ്ക്ക് തെലുങ്കിലെ പേര് റെയ്സ് ഗരൻ എന്നായിരുന്നു. സുരേന്ദർ റെഡ്ഡി സംവിധാനം ചെയ്ത് അല്ലു, ശ്രുതി ഹാസൻ, ശ്യാം തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അല്ലുവിന്റെ കരിയറിലെ ആദ്യ 100 കോടി നേട്ടം കൈവരിച്ച സിനിമയും ഇത് തന്നെയായിരുന്നു. തമനായിരുന്നു ഇതിന്റെ BGM ഒക്കെ കൈകാര്യം ചെയ്തത്. ഇന്നും നമുക്ക് ലക്കി ദ റൈസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലു അർജുന്റെ ആ കംപ്ലീറ്റ് ആക്ഷൻ പാക്കേജ് ആയ ഒരുപാട് സീനുകൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അല്ലുവിന്റെ കരിയറിലെ ആദ്യ 100 കോടി നേട്ടവും കരിയറിലെ ഏറ്റവും വലിയ കാശ് നേടിയ സിനിമയും ഇത് തന്നെയായിരുന്നു. പിന്നീട് 2015 റിലീസായ സിനിമയായിരുന്നു സൺ ഓഫ് സത്യമൂർത്തി. ത്രിവിക്രം തന്നെ സംവിധാനം ചെയ്ത് ഉപേന്ദ്ര, സാമന്ത, സ്നേഹ, നിത്യാമൻ തുടങ്ങി ഒരു വലിയ താരനിര ഈ സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സിനിമ അത്ര വമ്പൻ വിജയമൊന്നും ആയില്ലെങ്കിലും ഈ സിനിമയിലൂടെ മറ്റൊരു നേട്ടം കൂടി അല്ലു അർജുൻ നേടി. അതായത് തുടർച്ചയായി 2 സിനിമകൾ 50 കോടി ക്ലബിൽ നേടുക എന്ന ഒരു നേട്ടം ആ സമയത്ത് അല്ലു നേടിയെടുത്തു. ആദ്യ സിനിമയായ ലക്കി ദ റൈസർ പോലെ സൺ ഓഫ് സത്യമൂർത്തിയും 50 കോടി ക്ലബിൽ ഇടം പിടിച്ചു. പിന്നീട് 2015 റിലീസായ സിനിമയായിരുന്നു രുദ്രമാദേവി. രുദ്രമാദേവി എന്ന സിനിമയിൽ മുടിനീള ക്യാരക്ടറിനെ അല്ല അല്ലു അവതരിപ്പിച്ചത്. പക്ഷെ ഇതിന് അല്ലു അർജുന്റെ ക്യാരക്ടർ കിടിലനായിരുന്നു. എന്ന് പറഞ്ഞാല്
പടത്തില് വലിയ അളവിൽ സ്ക്രീൻ ടൈം ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടിയ സ്ക്രീൻ ടൈം പുള്ളി അടിപൊളിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലു അവതരിപ്പിച്ച ഗോനഗന്ന റെഡ്ഡി എന്ന ക്യാരക്ടർ ഉണ്ടാക്കിയ ഇമ്പാക്ട് അത്ര ചെറുതല്ല. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ പ്രൊമോട്ട് ചെയ്തത് തന്നെ അല്ലുവിന്റെ പേരിലാണ് എന്ന് കൂടി പറയാം. അത്രയും മികച്ചു നിൽക്കുന്ന സാധനം തന്നെയായിരുന്നു ഇതിലെ അല്ലുവിന്റെ ക്യാരക്ടർ. ഗുണശേഖർ സംവിധാനം ചെയ്ത് അനുഷ്ക, റാണ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ശരിക്കും പറഞ്ഞാൽ പോസ്റ്റർ വർക്കുകളിലും പ്രൊമോഷൻ സ്ട്രാറ്റജിയും ഒക്കെ ഇതൊരു അല്ലു സിനിമ എന്ന പേരിലാണ് പ്രൊമോട്ട് ചെയ്തത്. അതുകൊണ്ടായിരിക്കാം സിനിമ കാണാൻ വന്ന പ്രേക്ഷകർക്ക് ഇതൊരു അല്ലു അർജുന്റെ ക്യാമിയോ റോൾ ആയതുകൊണ്ട് സിനിമ അത്ര ഇഷ്ടപ്പെടാതെ പോയതും സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പായി മാറിയത്. പിന്നീട് 2012 റിലീസായ സിനിമയായിരുന്നു സറൈനോട്, അതായത് മലയാളത്തിൽ യോദ്ധാവ്. ബോയപ്പട്ടി ശ്രീനു എന്ന അവിടുത്തെ മാസ് മസാല സിനിമയുടെയൊക്കെ തലതൊട്ടപ്പനായ സംവിധായകനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഷാജി കൈലാസ് പടം എങ്ങനെയാണോ അതുപോലെയാണ് അവിടെ ഒരു ബോയപ്പട്ടി ശ്രീനുവിന്റെ പടം വന്നാൽ. ബോയപ്പട്ടി ശ്രീനു, ബാലയ്യ കോമ്പയിൽ വന്ന സിനിമകളെല്ലാം വൻ വിജയങ്ങളായി മാറി. അതുപോലെ ഒരു സിനിമയായിരുന്നു സറൈനോട്. അല്ലു അർജുൻ, രാഹുൽ പ്രീത്, കാതറിൻ തെരേസ, ശ്രീകാന്ത്, അങ്ങനെ ഒരുപാട് പേർ ഈ സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമയും ഒരു വലിയ വിജയമായി മാറി. ഈ സിനിമയുടെ ക്ലൈമാക്സ് സീനൊക്കെ നമ്മൾ ഇന്നും കണ്ടാൽ ചിരിക്കുകയും അതേപോലെ തന്നെ രോമാഞ്ചവും വരും. ചെറിയച്ച 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ ആ കോമഡി സീനൊക്കെ ഈ സിനിമയിലുള്ളതാണ്. 2 മിനിറ്റ് മതി. നിങ്ങളുടെ മോനെ പറയുന്ന ഒന്നും പറ്റില്ല. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല സീനുകളിലും വിന്റേജ് അല്ലു അർജുനെ കാണാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു മസിൽ പാക്ഡ് ആയിട്ടുള്ള ആ ഒരു നടത്തവും ഇതുകൂടാതെ വൻ ആറ്റിറ്റ്യൂഡും ഒരു വമ്പൻ ആക്ഷൻ സീൻസും എല്ലാം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കംപ്ലീറ്റ് മാസ് മസാലയായിരുന്നു ഈ സിനിമ. പിന്നീട് 2017 റിലീസായ സിനിമയായിരുന്നു DJ. ദുവ്വട ജഗന്നാഥ എന്നായിരുന്നു ഇതിന്റെ തെലുങ്ക് റിലീസിന്റെ പേര്. ഹരീഷ് ശങ്കർ സംവിധാനം ചെയ്ത് അല്ലു, പൂജ ഹെഗ്ഡെ എന്നിവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രം ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അല്ലു അർജുന്റെ ഒരു ഫാമിലി പാക്കഡ് എന്റർടൈനർ ആയിരുന്നു ഈ സിനിമ. 150 കോടിയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. അതായത് അല്ലുവിന്റെ കരിയറിലെ ആദ്യ 150 കോടി നേട്ടം ഈ സിനിമയിലൂടെ ആയിരുന്നു. പിന്നീട് 2018 റിലീസായ സിനിമയായിരുന്നു നാ പേര് സൂര്യ. അല്ലു അർജുൻ, ശരത് കുമാർ, അർജുൻ സാർജ തുടങ്ങിയവരായിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ മറ്റൊരു രീതിയിലുള്ള അല്ലുവിനെ തന്നെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ഒരു ബൈപ്പോളർ ഡിസീസ് ഒക്കെ ബാധിച്ചതുപോലെ നിന്ന നിപ്പിൽ കോപമാവും, നിന്ന നിപ്പിൽ കൂളാവും, അങ്ങനെ ഒരു അല്ലു ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. എനിക്ക് ദേഷ്യം വന്ന ഒന്നും ഞാൻ നോക്കില്ല, എന്റെ തലേക്കാരല്ല. മിലിറ്ററി ഓഫീസറായ ഉദ്യോഗസ്ഥന്റെ മികച്ച രീതിയിലുള്ള ഒരു വേഷമായിരുന്നു അല്ലു ഈ സിനിമയിൽ ചെയ്തു വെച്ചത്. അല്ലുവിന്റെ കരിയറിലെ മറ്റൊരു 150 കോടി നേട്ടം കൂടിയായിരുന്നു ഈ സിനിമ. പിന്നീട് 2020 റിലീസായ സിനിമയായിരുന്നു അങ്ങു വൈകുണ്ഠപുരം. ശരിക്കും പറഞ്ഞാൽ അല്ലുവിനെ ഇന്ന് കാണുന്ന അല്ലു അർജുനാക്കി മാറ്റിയ സിനിമ. ഒരു കൈ വീശുമവനൊരായിരം കൈ വീഴുന്നേ. ശരിക്കും പറഞ്ഞാൽ അങ്ങു വൈകുണ്ഠപുരത്തോടെ അല്ലു അർജുൻ തിരിച്ചു പിടിച്ചത് അദ്ദേഹത്തിന്റെ ആ ഇല്ലാതായിക്കൊണ്ടിരുന്ന ഒരു ലെവൽ ഫാൻസിനെ തന്നെയാണ്. കാരണം അല്ലു അർജുന്റെ സിനിമകൾ വേണ്ട രീതിയിൽ ഒരു വലിയ ഓളം സൃഷ്ടിക്കാതെ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അതിന്റെ പ്രധാന കാരണം രാംചരൺ, ജൂനിയർ NTR പോലുള്ള താരങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി വരുന്നു. അപ്പൊ അല്ലു അർജുൻ അവിടെ ഒരു സാധാരണ നിലയിൽ നിൽക്കുന്ന സമയത്ത് ഒരു സാധാരണ മാസ് മസാല പടം അല്ലെങ്കിൽ ഒരു ഫാമിലി എന്റർടൈനർ അത് വെച്ച് അല്ലു അർജുൻ അന്ന് ഉണ്ടാക്കിയെടുത്തത് വലിയ ബോക്സ് ഓഫീസ് റെക്കോർഡായിരുന്നു. ത്രിവിക്രം സംവിധാനം ചെയ്ത് പൂജ ഹെഗ്ഡെ, താബു, ജയറാം, അല്ലു അർജുൻ, അങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ മലയാളിയായ GP പോലും ഈ സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്തു. 2020 റിലീസായ ഈ സിനിമയായിരുന്നു അവിടെ ആ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമ. അല്ലു അർജുന്റെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ സിനിമയും ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി പാക്കഡ് എന്റർടൈനർ വെച്ച് ഇത്രയധികം ബോക്സ് ഓഫീസ് റെക്കോർഡ് നേടുക എന്നത് ശരിക്കും അല്ലുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യമായിരിക്കും. ഇന്നും അവിടെയുള്ള മറ്റാർക്കും ഒരു പക്ഷേ ഇത് നടക്കുന്ന കാര്യമായിരിക്കില്ല. പിന്നീട് 2022 റിലീസായ സിനിമയായിരുന്നു പുഷ്പ. അതായത് ഇന്ന് റിലീസായ പുഷ്പ 2വിന്റെ ആദ്യ ഭാഗം. പുഷ്പ 1നെ കുറിച്ച് പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം അല്ലു അർജുന്റെ കരിയറിൽ തന്നെ ഇത്രയും വലിയ ഹിറ്റ് ഉണ്ടായിട്ടില്ല. ഇതുകൂടാതെ സുകുമാറിന്റെ കരിയറിലും ഇത്രയും വലിയ ഹിറ്റ് ഉണ്ടായിട്ടില്ല. അതിന്റെ ആ ഒരു ഓളമാണ് ഇപ്പൊ ഈ വന്ന പുഷ്പ 2വിന് കിട്ടുന്ന റെസ്പോൺസ്. സുകുമാർ സംവിധാനം ചെയ്ത് DSP ആയിരുന്നു ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തത്. ഫഹദ് ഫാസിൽ, സുനിൽ, രശ്മിക മന്ദാന, അല്ലു അർജുൻ, അങ്ങനെ വലിയൊരു താരത്തിന്റെ അണിനിരന്ന് അല്ലുവിന്റെ കരിയർ ഹൈപ്പും കരിയറിലെ ഏറ്റവും ബഡ്ജറ്റും ഏറിയ സിനിമ. എന്നാൽ ഈ സിനിമയ്ക്ക് അത്ര വലിയ ഹൈ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിലും കിട്ടിയ മാറ്റത്തുണ്ട്. സിനിമയ്ക്ക് അല്ലു അർജുന്റെ പെർഫോമൻസ് നൽകിയ ആ ഒരു ഗെത്ത്. അതായത് ഈ സിനിമയിലെ മെയിൻ പോസിറ്റീവോ അല്ലെങ്കിൽ സിനിമയുടെ ഒരേ ഒരു പോസിറ്റീവോ നമ്മൾ ചോദിച്ചാൽ അല്ലു അർജുന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു പോകും. അത്രയ്ക്ക് കൺട്രോൾഡായി ക്യാരക്ടർ പിടിച്ചാണ് അല്ലു ഈ സിനിമയിൽ അഭിനയിച്ചത്. സിനിമയ്ക്ക് അല്ലുവിന് നാഷണൽ അവാർഡ് കിട്ടിയതിന് 2 അഭിപ്രായം ഉണ്ടായിരിക്കും. എന്തായാലും ഈ സിനിമയിലെ അല്ലുവിന്റെ പെർഫോമൻസിന് ഒറ്റ അഭിപ്രായമേ ഉള്ളൂ, മാരകമെന്നായിരിക്കും. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു വേറിട്ട അല്ലു ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അടുത്ത റിലീസായ സിനിമയായിരുന്നു
അതായത് ഇന്ന് റിലീസായ പുഷ്പ 2, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അത് നിങ്ങൾ തന്നെ പറയുക. പാർട്ടി ഉണ്ട് പുഷ്പ, പാർട്ടി ഉണ്ട്. അല്ലു അർജുൻ എന്ന സ്റ്റാറിന്റെ കരിയറിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയ ഫിലിം കരിയർ അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഫോളോ ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.